ഡെൽറ്റോറോയുടെ ഫ്രാങ്കൻസ്റ്റൈൻ ഇന്നലെ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തിരുന്നു. ഡയറക്റ്റ് ഡിജിറ്റൽ റിലീസാണെന്ന് പറയാം. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് റിലീസ്. ഇത് ചില വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്റേഴ്സിൽ മാത്രം ഇത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് പുറത്തൊക്കെ ഇതിന് മുമ്പ് ഐമാക്സിലും മറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള ഐ തിങ്ക് ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ തന്നെ പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് മൂവി ഈസ് സോ ക്ലാസിക്. നല്ല ക്ലാസ് പടം. ഇത് നമുക്ക് അറിയാവുന്ന ഒരു ക്ലാസിക് ഹൊറർ സ്റ്റോറിയുടെ ഒരു റീബൂട്ട് തന്നെയാണ്, അല്ലെങ്കിൽ റീമേക്ക് തന്നെയാണ്. ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഫ്രാങ്കൻസ്റ്റൈനെ ബേസ് ചെയ്ത്. എത്രയുണ്ടെന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റില്ല. ഒരു അറൗണ്ട് എൻ്റെ അറിവിൽ ഒരു 10, 50ന് മുകളിൽ സിനിമകളും സീരീസുകളൊക്കെ ആയിട്ട് തന്നെ ഫ്രാങ്കൻസ്റ്റൈൻ്റെ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ക്രീച്ചറിൻ്റെ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഈവൻ നമ്മുടെ ഹോളിവുഡിൽ തന്നെ വലിയ സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ ബഡ്ജറ്റുള്ള പല പടങ്ങളിലും നമ്മുടെ മറ്റേ വാൻ ഹെൽസിങ്, നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ്റെ വാൻ ഹെൽസിങ് നമ്മൾ സ്റ്റാർ മൂവീസിലൊക്കെ കാണുന്ന പടമില്ലേ, അതിലൊക്കെ ഇത് വരുന്നത് ഈ ഒരു ക്യാരക്ടറാണ്. ഈ രീതിക്ക് റീസെൻ്റ്ലി തന്നെ കുറേ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. 2000 കഴിഞ്ഞിട്ട് തന്നെ ഒരു 10, 20 പടവും അതിന് മുമ്പ് ഒരു 10, 30 പടമൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും പടങ്ങളുണ്ടെങ്കിലും ദിസ് വൺ ഈസ് സോ ഗുഡ് മാൻ. സോ ഗുഡ് മീൻസ് സോ റിഫ്രഷിങ്. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന രീതിയിലാണ്, ഈ കഥയെ നമ്മൾ ആദ്യമായിട്ട് അറിയാൻ പോകുന്ന രീതിയിലാണ് ഡെൽറ്റോറോ ഇതിനെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ഒട്ടും ഒരു മിനിറ്റ് പോലും എനിക്ക് ബോറടിച്ചില്ല. ഒരു ലാഗും ഇല്ലാത്ത ഭയങ്കര എൻഗേജിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് മൂപ്പരുടെ മാജിക്കാണ്. ഈ ചില ഫിലിം മേക്കേഴ്സിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കഴിവുള്ള കഴിവെന്നല്ല, മൂപ്പർക്ക് അറിയാലോ എത്ര ഏജായി, എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത്. സോ മൂപ്പരുടെ ഒരു 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 ഡ്രീം പ്രൊജക്റ്റ് പോലെയാണെന്നാണ് മൂപ്പർ കുറേ കാലമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അറൗണ്ട് ഒരു 2009 മുതലേ ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് പ്രിപ്പറേഷനുള്ള കാര്യങ്ങളൊക്കെ മൂപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ടൈം എടുത്തിട്ടാണ് ഈ ഒരു പടം എടുത്തിട്ടുള്ളതും. സോ നെറ്റ്ഫ്ലിക്സ് തന്നെ ഈ വർഷത്തെ വലിയ റിലീസുകളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ എന്ന മൂവി. സോ അത്രയും ഇൻപുട്ട് കൊടുത്ത് അത്രയും ടൈം എടുത്ത് കൺസ്യൂം ചെയ്തിട്ട് നമുക്ക് ഒരു മൂപ്പരുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നെന്ന് വെച്ചാൽ, ഇതുവരെ എത്രയോ ഫ്രാങ്കൻസ്റ്റൈൻ മൂവീസ് ഉണ്ടെങ്കിലും അതിൽ തന്നെ ദി ബെസ്റ്റ്, ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഇതിൽ ദി ബെസ്റ്റ് ഫ്രാങ്കൻസ്റ്റൈൻ മൂവി ഇറക്കണം എന്നായിരുന്നു. അത് തന്നെയാണ് ഈ പടം. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. ടിൽ ഡേറ്റ് ഞാൻ കണ്ടതിൽ വെച്ച് ദി ബെസ്റ്റ് അഡാപ്റ്റേഷൻ ഓഫ് ഫ്രാങ്കൻസ്റ്റൈൻ. കിടിലൻ അഡാപ്റ്റേഷൻ. കിടിലൻ എന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊരു ഹൊറർ മോഡിലോ അല്ലെങ്കിൽ ഒരു ഒരു ഫെയറി ടെയിൽ മോഡിലാണ് എടുത്തിട്ടുള്ളൂ. കുറേ ചാപ്റ്റേഴ്സ് 3 ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ട് ഒരു പ്രിലൂഡും ദെൻ ചാപ്റ്റർ 1 ആൻഡ് 2 അങ്ങനെ 2 പെർസ്പെക്റ്റീവിലൊക്കെയാണെന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. ഇപ്പോൾ ആ ഇനീഷ്യലി വിചാരിച്ചത് ഒറ്റ പടത്തിൽ കഴിയില്ല, അവർ 3 പടമായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യാന്നൊക്കെ. അങ്ങനെ ആക്കിയിട്ട് എലിമേറ്റ് ഉണ്ടാവും. പക്ഷേ 3 ചാപ്റ്ററാക്കി ഒറ്റ പടത്തിൽ തന്നെ ഒരു 2.5 മണിക്കൂറിനുള്ളിൽ വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. ഈ സ്റ്റിൽ ഇൻ ഡെപ്ത് ആയിട്ട് കുറേ കാര്യങ്ങൾ കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ തന്നെ കോമ്പാക്റ്റ് ആക്കി ഒരു പ്രോപ്പർ ഒരു ഫിലിമിൻ്റെ എഡിഷനിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മിയ ഗോത്തിൻ്റെ ക്യാരക്ടറായിട്ട് ഈ ഒരു ക്യാരക്ടറിനുള്ള ഇൻട്രാക്ഷൻസും വിക്ടറായിട്ടുള്ള ഈ ഒരു ക്രീച്ചർ ക്യാരക്ടറിൻ്റെ ഈ ഇൻട്രാക്ഷൻസും ബാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ മിനിമൽ ടൈം കൊണ്ട് ഇവർക്ക് പറഞ്ഞു പോകാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പേഴ്സ്പെക്റ്റീവ് സ്റ്റോറി ടെല്ലിംഗ് ആണ് കൂടുതൽ. 2 പെർസ്പെക്റ്റീവ് കൂടെ ഇത് പറഞ്ഞു പോകുന്നുണ്ട്. ആദ്യം വിക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ, ദെൻ ഈ പറയുന്ന ഒരു ഫ്രാങ്കൻസ്റ്റൈൻ അല്ലെങ്കിൽ ആ ഒരു ക്രീച്ചറിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ, ദെൻ ഇതിന് ഓവറോൾ ഇതിൻ്റെ ഒരു മേക്കിങ്ങും ഇതിൻ്റെ സെറ്റ് ഡിസൈനും ഇതിൻ്റെ മേക്കപ്പും ഒക്കെ വേറെ വേറെ ലെവൽ. ഇതിൽ ആ ഒരു ക്രീച്ചറായിട്ട് വന്നിട്ടുള്ള ജേക്കബ് എൽറോഡി കിടിലൻ ക്യാരക്ടർ, കിടിലൻ ക്യാരക്ടറൈസേഷൻ, കിടിലൻ ആക്ടിങ്. ആദ്യം ഐ തിങ്ക് നമ്മുടെ സ്പൈഡർമാൻ ഉണ്ടല്ലോ, നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡ്, ആൾക്ക് പറഞ്ഞു വെച്ച ഒരു ക്യാരക്ടറായിരുന്നു. അതിനകത്ത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ജേക്കബ് എൽറോഡി വന്നിട്ടുള്ളത്. ഐ തിങ്ക് ദിസ് ഈസ് എ പെർഫെക്റ്റ് കാസ്റ്റ്. നമുക്ക് ദെൻ ഓസ്കർ ഐസക് ഉണ്ട് വിക്ടറായിട്ട്. ആളുടെ ഇൻട്രാക്ഷൻസും ആളുടെ പെർഫോമൻസ് ഒക്കെ കിടിലൻ. ഇതിൽ മെയിൻലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്രീച്ചർ ക്യാരക്ടറിൻ്റെയാണ്. ആളെ നമ്മൾ കുറേ കാണുന്നുണ്ട്. മറ്റേതിലൊക്കെ നമുക്കൊരു ഒരു ആളുടെ ഒരു പേഴ്സ്പെക്റ്റീവും ആൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പടങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇതിൻ്റെ അഡാപ്റ്റേഷനാണ്. പല രീതിക്കും ഇതിനെ അഡാപ്റ്റ് ചെയ്തെടുക്കാം. പല രീതിക്കും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ പടത്തിന് ഇതേ കഥയെ തന്നെ. പക്ഷേ ഒരു ഒരു വളരെ നല്ലൊരു അഡാപ്റ്റേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല നല്ല സ്റ്റോറി ടെല്ലിങ്ങും നല്ല രീതിയിലുള്ള ആ ഒരു ക്യാരക്ടർ പെർസ്പെക്റ്റീവ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. then ഈ പറയുന്ന പോലെ വേൾഡ് ബിൽഡിങ്ങും അതിൻ്റെ സെറ്റ് ഡിസൈനും നമുക്ക് ഒന്നും തന്നെ ഒരു ഒരു മുഴച്ചു നിൽക്കുന്ന CG ആയിട്ട് അവിടെ ഫീൽ ചെയ്യില്ല. CG ഐ തിങ്ക് വളരെ കുറവായി ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. പല സീക്വൻസുകളും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ കുറവ് യൂസ് ചെയ്തിട്ടുള്ളതായി എനിക്ക് ഫീൽ ചെയ്തത്. ഐ തിങ്ക് നമ്മുടെ പല ഡയറക്ടേഴ്സിനെ പോലെ തന്നെ ഡെൽറ്റോറോയ്ക്കും അത്ര CG കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ മൂപ്പര് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ മേക്കപ്പ് സോ ഗുഡ്, സോ റിയലിസ്റ്റിക്. നമുക്കത് ഫീൽ ചെയ്യും. നമുക്ക് ഈ ഒരു ക്യാരക്ടർ അടുത്തുള്ള പോലെ, നമുക്ക് ഈ ക്യാരക്ടർ ശരിക്കുള്ള പോലെയും അതന്നെ പ്രോപ്പർ ഇപ്പോൾ ആ വെട്ടും കുത്തും സ്റ്റിച്ചിങ്ങുകളൊക്കെ അറിയാലോ. അതൊക്കെ പ്രോപ്പറായി ചെയ്തിട്ടുണ്ട്. ദെൻ ഇവർ ഈ ഉണ്ടാക്കുന്ന ആ ഒരു എക്യുപ്മെൻറ്റും ആ ഒരു ടവറും അതൊക്കെ വേണമെങ്കിൽ ഒരു പക്കാ ഗ്രീൻ സ്ക്രീൻ അടിച്ച് വേണമെങ്കിൽ റൂം ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ ഇറ്റ് ഫീൽസ് സോ റിയൽ. ശരിക്കും നടന്ന നമ്മളൊരു ഫെയറി ടെയിൽ കണ്ട എങ്ങനെ ഉണ്ടാവും
അതുപോലെയാണ് ഈ സാധനം ഒരുക്കി വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ക്ലാസ് പടം. നമ്മളൊരു വേറെ രീതിയിലുള്ള ഒരു ഹൊറർ പടം എന്ന രീതിയിൽ ഇത് പോകരുത്. നമുക്ക് ഒരുപാട് അറിയാവുന്ന ഇത് ഇത് പ്രെഡിക്റ്റബിൾ എന്നൊന്നും പറയരുത്. ഇത് എത്ര കണ്ടിട്ടുണ്ട് എന്ന് ഒരു പിടുത്തവുമില്ല. സോ അതുകൊണ്ട് അടുത്ത് നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് അറിയെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന രീതിയിൽ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന എല്ലാ എലമെന്റ്സും ഉള്ള ഒരു ഒരു ഗംഭീര പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യണമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ഈ ഒരു ടോണിലുള്ള പടങ്ങൾക്ക് ഒരു അതിനൊരു ഗ്രേ ടോണാണ് കംപ്ലീറ്റ്ലി. നമുക്ക് അതിൻ്റെ ഒരു സിനിമാറ്റോഗ്രഫിയിൽ തന്നെ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള എല്ലാ പടങ്ങൾക്കും ആ ഒരു ഹൊറർ വൈബാണ് പിടിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിലങ്ങനെയല്ല. ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ അതും മാറി ഭയങ്കര കളർഫുൾ ആയിട്ട് ഈ പടം പോകുന്നുണ്ട്. പല പല ടെറൈൻസിലും ഇപ്പോൾ ഐസിലുള്ള കാര്യങ്ങളും then വിന്ററിലുള്ള സീസൺ അങ്ങനത്തെ പല പല കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ആ ക്യാരക്ടറിനോട് അറ്റാച്ച്മെന്റ് വരുന്ന രീതിയിൽ നല്ല നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുള്ള നല്ലൊരു ഗംഭീര പടം. എനിക്ക് അത്രയും ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഫ്രാങ്കൻസ്റ്റൈൻ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.